Hi students, today I am going to start our second chapter, inverse trigonometry functions. So it's an important chapter, listen carefully. Hi students, നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി ഫംഗ്ഷൻ. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എന്താണ് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി ഫംഗ്ഷൻ? നമ്മൾ +1 ട്രിഗ്നോമെട്രി ഫംഗ്ഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. സൈനും കോസും ടാനും അതിൻ്റെ റെസിപ്രോക്കലൊക്കെ ആയിട്ടുള്ള സംഭവങ്ങളായിരുന്നു അല്ലേ നമ്മളുടെ ഈ ട്രിഗ്നോമെട്രി ഫംഗ്ഷൻ. അപ്പോൾ നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷൻ ഇൻവേഴ്സ് ആവണമെങ്കിൽ നമ്മൾ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷനിൽ പഠിച്ചു അത് എന്തായിരിക്കണം, 1 ആയിരിക്കണം, ഓൺ 2 ആയിരിക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിന്റെ ഇൻവേഴ്സ്, അതായത് സൈൻ ഇൻവേഴ്സ് എക്സ്, കോസ് ഇൻവേഴ്സ് എക്സ്, ടാൻ ഇൻവേഴ്സ് എക്സ്, അതിന്റെ റെസിപ്രോക്കല് കൊസീക്ക് ഇൻവേഴ്സ് എക്സ്, സീക്ക് ഇൻവേഴ്സ് എക്സ്, കോട്ട് ഇൻവേഴ്സ് എക്സ്, അതൊക്കെയാണ് എന്ത് ഈ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി ഫംഗ്ഷനിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഫംഗ്ഷൻസ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത കാര്യം, ഇനി ഈ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ എല്ലാം ഇൻവേഴ്സ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യേണ്ടി വരുമല്ലോ. അത് 1 ആണോ ഓൺ 2 ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ നോക്കിയാലോ നമുക്ക്. നമ്മൾ ആദ്യം ഞാനൊരു ഫസ്റ്റ് എക്സാമ്പിൾ എടുത്തിരിക്കുന്നത് സൈൻ എക്സ് ആണ്. നമ്മളുടെ ഫോഫ് എക്സ് ഫംഗ്ഷൻ എടുത്തിരിക്കുന്നത് സൈൻ ഫംഗ്ഷൻ ആണ്. അപ്പോൾ സൈൻ എക്സിന്റെ ഗ്രാഫ് നിങ്ങൾക്ക് അറിയാലോ, ഇങ്ങനെയാണല്ലേ. അപ്പോൾ ഇതിന്റെ വാല്യൂ മാക്സിമം പീക്ക് 1ഉം ഇവിടെ എന്താണ് -1ഉം ആണ്. പിന്നെ ബാക്കിയുള്ള എല്ലാ റേഞ്ചിലും ഇവിടെ 0 0 പൈയിൽ 0 2 പൈയിൽ 0 അങ്ങനെയായി പോകുന്നു. ഇനി നോക്കാം, നമ്മളുടെ ഹോൾ സൈൻ ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും എന്ത്, സൈൻ 0 ആണ്. അതുപോലെ സൈൻ പൈ ഈ പോയിന്റിൽ എന്താ 0 ആണ്. സൈൻ 2π എന്ന് പറഞ്ഞാൽ എന്താ 0 ആണ്. അതുപോലെ തന്നെ ഇവിടെ നോക്കിയാലോ, സൈൻ -π = 0, -2π സൈൻ -2π = 0. അപ്പൊ എല്ലാം 0 ആണ്. അപ്പൊ ഇതിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് പറയാം, നമ്മളുടെ സൈൻ ഫംഗ്ഷൻ 1 അല്ല എന്ന് പറയാലോ. കാരണം എന്താ, ഒന്നിൽ കൂടുതൽ പോയിന്റിന് നമ്മളുടെ ഫംഗ്ഷന്റെ വാല്യൂ എന്താ 0. അതിന്റെ മീനിങ് 0ക്ക് ഒന്നിൽ കൂടുതൽ ഇമേജ് വരൂന്നല്ലേ. 1 എന്നുള്ള കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോന്നിനും ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള എലമെന്റ്സിന് ഡിസ്റ്റിങ്ക്റ്റ് ഇമേജ് വന്നാലാണ് നമ്മൾ 1 എന്ന് പറയുള്ളൂ. ഇവിടെയോ, ഇവിടെ നമ്മളുടെ എലമെന്റ്സിനെല്ലാം ഒന്നിൽ കൂടുതൽ ഇമേജ്, ഈ കിട്ടുന്ന 0 എന്നുള്ള വാല്യൂവിന് ഈ 0ക്ക് ഒന്നിൽ കൂടുതൽ മാപ്പിംഗ് വരും. നമ്മളിത് വരച്ചു നോക്കിയാൽ മതി, ഏറോ ഡയഗ്രാം വരച്ചു നോക്കിയാൽ മതി. 0ക്ക് 0 വരും, പൈക്ക് 0 വരും, 2πക്ക് 0. അപ്പൊ ഈ 0ക്ക് ഒന്നിൽ കൂടുതൽ ഇമേജ് ആണ് വന്നത്. അപ്പൊ ഇത് എന്താവില്ല, 1 ആവില്ല. അപ്പൊ തന്നെ ഓൺ 2 എന്നുള്ള കണ്ടീഷനും എന്താണ്, ഫെയിൽ ആവും. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? പക്ഷെ നമുക്ക് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി ഫംഗ്ഷൻ, നമുക്ക് ഇൻവേഴ്സ് പഠിക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യും നമ്മളുടെ റീജിയനെ. നമ്മളുടെ ഈ ഒരു റിയൽ ലൈൻ, ഈ ഒരു എക്സ് ആക്സിസിലുള്ള നമ്മളുടെ വാല്യൂസിനെ നമ്മൾ എന്ത് ചെയ്യും, റെസ്ട്രിക്റ്റ് ചെയ്യും. റെസ്ട്രിക്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 1 കണ്ടീഷൻ ആവുന്ന തരത്തിൽ നമ്മൾ ഇന്റർവെല്ലുകളാക്കിയിട്ട് അതിനെ മാറ്റും. അപ്പോൾ ഞാൻ ഇവിടെ ഇന്റർവെൽ ആക്കാൻ പോകുന്നത് ശ്രദ്ധിക്കുക. ഇവിടെ -π/2 to +π/2, നെക്സ്റ്റ് +π/2 to 3π/2, അടുത്ത ഇന്റർവെല് 3π/2 to 5π/2. അതുപോലെ നെഗറ്റീവ് സൈഡിൽ ഇതേപോലെ തന്നെ -π/2 to -3π/2. ഓക്കെ, അത് അങ്ങനെ പോവും. അപ്പൊ അങ്ങനെ റെസ്ട്രിക്ട് ചെയ്ത് കഴിഞ്ഞാൽ നോക്കിയോ, നമുക്ക് അത് 1 ആണോ എന്ന് ചെക്ക് ചെയ്താലോ. അപ്പോൾ ഫസ്റ്റ് കൺസിഡർ ദ ഇന്റർവെൽ -π/2 to π/2. അപ്പോൾ നമുക്കറിയാം സൈൻ -π/2, സൈൻ -90 എന്ന് പറഞ്ഞാൽ -1 ആണ്, സൈൻ 0 എന്ന് പറഞ്ഞാൽ 0 ആണ്, ആൻഡ് സൈൻ 90 എന്ന് പറഞ്ഞാൽ 1 ആണ് അല്ലേ.
നോക്കിയേ, ഇവിടുന്ന് മുതൽ ഇവിടം വരെയുള്ള എല്ലാ വാല്യൂ ആ. അപ്പൊ ഇതിനൊക്കെ എന്താ ഓരോരോ വാല്യൂ കിട്ടുള്ളൂ. നമ്മൾ ഏരോ ഡയഗ്രാം വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നോക്കിയേ, ഡിസ്റ്റിങ്ക്റ്റ് എലമെന്റിന് ഡിസ്റ്റിങ്ക്റ്റ് ഇമേജ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷെ നമ്മൾ ആദ്യം എടുത്തതുപോലെ ഹോൾ വാല്യൂസിനെ ഇന്റർവെൽ ആക്കിയിട്ട്, അതായത് ഫുൾ വാല്യൂസിനെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഈ 0ക്ക് 0 കിട്ടും, പൈക്ക് സൈൻ പൈക്ക് 0 കിട്ടും, സൈൻ 2πക്ക് 0 കിട്ടും. അപ്പൊ സെയിം ഇമേജ് ആണ് നമുക്ക് കിട്ടുന്നത്. ഒന്നിൽ കൂടുതൽ ഇമേജ് കിട്ടുന്നുണ്ടെങ്കിൽ അത് എന്തല്ല, 1 1 അല്ല. ഓക്കെ, അപ്പോ നമ്മൾ റെസ്ട്രിക്ട് ചെയ്തപ്പോ നമുക്ക് എന്ത് കിട്ടി? ഈ നമ്മളുടെ സൈൻ ഫംഗ്ഷൻ -π/2 to π/2 1 1 ആവും. അതേപോലെ തന്നെ ഇത് 1 1 ആണ്, ഓൺ 2 ആണല്ലേ. നമ്മുടെ ഡൊമൈനും റേഞ്ചും സെയിം ആണ്. അപ്പൊ ഇത് ഓൺ 2 ആണ്. അപ്പൊ നമുക്ക് ഇതിനെ എന്ത് പറയാം? ഇൻവേർട്ടിബിൾ ആണ്, ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുമെന്ന് പറയാം. അതുപോലെ തന്നെ ഇനിയിപ്പോ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ π/2 ടു അടുത്ത ഇന്റർവെല്ലിൽ നോക്കാം. π/2 to 3π/2 എന്നുള്ള ഇന്റർവെല് കൺസിഡർ ചെയ്ത് നോക്കിയാലും ഇവിടം തൊട്ട് ഇവിടം വരെ അല്ലേ വരുള്ളൂ. ഇവിടം മുതൽ ഇവിടം വരെയാണ് വരാ. അവിടെയും എന്തുതന്നെയാണ്, ഓരോ എലമെന്റിന് നമുക്ക് എടുത്ത് നോക്കിയാലും അതിന് വാല്യൂസും ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള വാല്യൂസ് ആണ് കിട്ടുക. അപ്പൊ അതും എന്തിനെ കിട്ടുള്ളൂ? 1 1 കിട്ടുള്ളൂ. അടുത്ത ഇന്റർവെല് 3π/2 5π/2 എടുത്ത് നോക്കാം. അതും എന്തുതന്നെയാ, -1 to 1 എന്നുള്ള വാല്യൂവിന് ഇടയില് നമുക്ക് ഡിസ്റ്റിങ്ക്റ്റ് വാല്യൂ കിട്ടുള്ളൂ. ഒന്നിനു പോലും സെയിം ആൻസർ കിട്ടില്ല. അതുപോലെ തന്നെ ഇവിടെയും നമ്മൾ റെസ്ട്രിക്ട് ചെയ്ത -π/2 to -3π/2 എന്നുള്ള ഇന്റർവെല് എടുത്തു കഴിഞ്ഞ് നോക്കിയാലും ഇതേപോലെ തന്നെ വരുള്ളൂ. അതിനെയാണല്ലോ നമ്മൾ എന്ത് പറയുന്നത്? സൈൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് തന്നെയല്ലേ റിപ്പീറ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ -1 മുതൽ +1 വരെയുള്ള വാല്യൂസ് ആണ് നമുക്ക് മിനിമം -1ഉം മാക്സിമം 1ഉം അതിനിടയിലുള്ള വാല്യൂസേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? -π/2 to π/2 എന്നുള്ള ഇന്റർവെല് കൺസിഡർ ചെയ്യുമ്പോൾ കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഓരോ ഇന്റർവെലും കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് -1 to 1 വരെ എന്ന ഇടയിലുള്ള വാല്യൂസേ കിട്ടൂ. അപ്പോൾ സൈൻ ഫംഗ്ഷനെ, സൈൻ എക്സിനെ ഞാൻ ഡിഫൈൻ ചെയ്യാണ്. എങ്ങനെ ഡിഫൈൻ ചെയ്യാം? സൈൻ ഫംഗ്ഷന്റെ ഡൊമൈൻ എന്ന് പറഞ്ഞ റിയൽ ലൈൻ ടു -1 to 1 എന്നുള്ള ഇന്റർവെല്ലാണ്. കാരണം എന്താ, -1 മുതൽ 1 വരെയുള്ള വാല്യൂസിന് ഇടയിൽ എന്തുള്ളൂ? സൈനിന്റെ വാല്യൂ ഉള്ളൂ. അപ്പൊ ഡൊമൈൻ നമ്മുടെ റിയൽ നമ്പർ ലൈൻ ആണ് എന്ന് വെച്ചാൽ എന്താ, -0π/2π എന്നുള്ള വാല്യൂ ട്ടാ. നെഗറ്റീവ് ഉണ്ട്, പോസിറ്റീവ് ഉണ്ട്, ഫ്രാക്ഷണൽ ലൈൻ ഒക്കെ കയറി വരും. അവിടെ റിയൽ നമ്പർ ലൈൻ എന്ന് പറയണേ അതാണ് ഡൊമൈൻ. സൈനിന്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ -1 to 1 വരെ വരുള്ളൂ. അത് അപ്പോ ഇതിനെ നമ്മൾ ഇനി എന്ത് ചെയ്യണം? റെസ്ട്രിക്ട് ചെയ്യണല്ലേ, എന്നാലല്ലേ ഇത് നമ്മൾ എടുത്തിട്ടുള്ള ഈ ഫംഗ്ഷൻ, സൈൻ ഫംഗ്ഷൻ എന്തല്ല, 1 1 അല്ല, ഓൺ 2 അല്ല. നമ്മൾ റെസ്ട്രിക്ട് ചെയ്ത കാരണം കൊണ്ടാണ് നമുക്കത് എന്തെന്ന് കിട്ടിയത്? 1 1ഉം ഓൺ 2 എന്ന് കിട്ടിയത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമ്മളുടെ സൈൻ എക്സിന്റെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള വാല്യൂസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യുന്നത് -π/2 to π/2 ഇന്റർവെൽ ആണെങ്കിൽ അതിന്റെ ഡൊമൈൻ എന്തായി ചേഞ്ച് ആവും? -π/2 to π/2. ക്ലോസ്ഡ് ഇന്റർവെൽ ആണ്, ശ്രദ്ധിക്കണം, ക്ലോസ്ഡ് ഇന്റർവെൽ ആണ്. -π/2ഉം π/2 ഇൻക്ലൂഡഡ് ആണെന്നാണ് അതിന്റെ മീനിങ്. ഇനി അതിന്റെ റേഞ്ച് വ്യത്യാസം വരുമോ? ഇല്ല, -1 to 1 തന്നെ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ഫംഗ്ഷൻ 1 1 ആണ്, ഓൺ 2 ആണെങ്കിൽ എഫ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. അപ്പൊ നമ്മളിവിടെ 1 1 ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. 1 1 ആണ്, ഓൺ 2 ആണ്. So our function f is invertible. ശ്രദ്ധിക്കണം, നമ്മളിവിടെ റെസ്ട്രിക്ട് ചെയ്തിട്ടുള്ള ഇന്റർവെല്ലിനാണ് നമുക്ക് സൈൻ ഫംഗ്ഷൻ 1 1ഉം ഓൺ 2 എന്നും കിട്ടിയിട്ടുള്ളത്. എഫ് ഈസ് ഇൻവേർട്ടിബിൾ എന്ന് കിട്ടി. നമുക്കറിയാം ഒരു ഫംഗ്ഷൻ ഇൻവേർട്ടിബിൾ ആണെങ്കിൽ നമ്മൾ അതിനെ എന്താ എടുക്കുക? ഇതിനെ ഈ ഡൊമൈനും നമ്മളുടെ കോഡൊമൈനും നമ്മൾ സ്വിച്ച് ചെയ്യും അല്ലേ. അപ്പൊ എന്താവും? നമ്മളുടെ സൈൻ ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സ്വിച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ ഡൊമൈൻ കോഡൊമൈൻ ആവും, കോഡൊമൈൻ ഡൊമൈൻ ആവും. ദാറ്റ് മീൻസ് -1 to 1 ഡൊമൈനും ആവും, കോഡൊമൈൻ -π/2 to π/2. അതാണ് നമ്മളുടെ എന്ത് വരാ? റേഞ്ച് വരാ. ഓക്കെ, അപ്പൊ ഇതിന് ഇനി നമുക്ക് എന്ത് എഴുതാം? സൈൻ ഇൻവേഴ്സ്
സൈൻ ഇൻവേഴ്സ് നമുക്കറിയാം ഇത് ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് ആ ഫംഗ്ഷനെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? y ഈക്വൽ ടു സൈൻ എക്സ് അല്ലെ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് എന്നാണ് നമ്മൾ എഴുതാറ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ്. ആ എഫ് ഓഫ് എക്സിനെ ഓൺ ടു ആണെങ്കിൽ y എന്ന് വെച്ചിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം അല്ലേ. ഇനി നമുക്ക് പറഞ്ഞത് എന്താ? ആ ഫംഗ്ഷൻ ഇൻവേർട്ടിബിൾ ആണെങ്കിൽ നമുക്ക് എന്ത് ആവും? എക്സ് ഈക്വൽ ടു ഈ സൈനിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം, സൈൻ ഇൻവേഴ്സ് y എന്ന് എഴുതാം. അതായത് ഇവിടെ നമ്മൾ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് എഴുതും. ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ എഴുതാം? എഫ് ഇൻവേഴ്സ് ഓഫ് y ഈക്വൽ ടു എക്സ് എന്ന് എഴുതില്ലേ? അതേപോലെ തന്നെ ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സൈൻ എക്സ് ആണ്. ആ സൈൻ എക്സിനെ നമ്മൾ y എന്ന് എഴുതും. പിന്നെ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഈ സൈനിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം, RHSലേക്ക്. അപ്പൊ സൈൻ ഇൻവേഴ്സ് y ഈക്വൽ ടു എക്സ്. ഇതാണ് നമ്മളുടെ എന്ത്? സൈനിന്റെ ഇൻവേഴ്സ്. ഓക്കെ, ഇനി ഇവിടെ വേറൊരു കാര്യം കൂടിയും പഠിക്കാനുള്ളത് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഈ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇവിടെ നമ്മൾ ഈ മൊത്തം ഇന്റർവെലിനെ നമ്മൾ റെസ്ട്രിക്ട് ചെയ്തു അല്ലെ. ആ റെസ്ട്രിക്ട് ചെയ്തപ്പോഴാണല്ലോ നമ്മൾ എന്ത് ചെയ്തത്? നമുക്ക് 1 1 എന്നുള്ള സൈൻ ഫംഗ്ഷന്റെ ഇൻവേഴ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയത്. നമുക്ക് 1 1ഉം ഓൺ 2 ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയത്. അപ്പൊ ഈ റെസ്ട്രിക്ട് ചെയ്തിട്ടുള്ള ഈ ഇന്റർവെൽസിൽ കുറെ ഇന്റർവെൽസ് ഉണ്ട് അല്ലെ. അതിൽ ഈ ആദ്യത്തെ ഇന്റർവെലിനെ, അതായത് -π/2, π/2, അതായത് ഈ ഇന്റർവെലിനെയാണ് സൈനിന്റെ എന്ത് പറയാ? പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച്. സൈനിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് ഇന്റർവൽ -π/2 to π/2 ആണ്. ഓക്കെ, ബാക്കിയെല്ലാം അതിന്റെ ബ്രാഞ്ചുകളാണെന്നേ പറയുള്ളൂ. നമ്മളുടെ -π/2 to π/2 എന്ന് പറഞ്ഞാൽ ഈ ഒരൊറ്റ ബ്രാഞ്ചിനെയാണ് നമ്മൾ എന്ത് പറയാ? പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഓഫ് സൈൻ എക്സ് എന്ന് പറയാം. ഓക്കെ, അപ്പോ ഇത് തന്നെയാണ് നമ്മളുടെ എന്തും റേഞ്ചും അല്ലെ. നമ്മുടെ ഇൻവേഴ്സിന്റെ റേഞ്ച്, സൈൻ ഇൻവേഴ്സിന്റെ റേഞ്ച് തന്നെയാണ് എന്ത്? ഈ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് പറഞ്ഞാലും. അപ്പോൾ ഇത് ഇമ്പോർട്ടന്റ് ആണ്, നമുക്ക് ഇത് മാത്രമേ പഠിക്കേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, പക്ഷെ ഇത് എങ്ങനെ വന്നെന്ന് അറിയണം. നിങ്ങളുടെ ടെസ്റ്റിൽ ഇതൊരു വലിയൊരു 4-5 പേജിൽ കിടക്കുന്ന സംഭവമാണ്. ഇതെങ്ങനെയാ വന്നതെന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. സൈനിന്റെ ഇതുപോലെ തന്നെ സൈൻ ഇൻവേഴ്സ്, കോസ് ഇൻവേഴ്സ്, ടാൻ ഇൻവേഴ്സ് എല്ലാത്തിൻ്റെയും നമുക്ക് ആവശ്യമുള്ളത് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് മാത്രമാണ്. അപ്പൊ ഞാൻ ജസ്റ്റ് ഇനി കോസ് ഇൻവേഴ്സിന്റെയും കൂടിയും കാര്യം പറഞ്ഞു തരും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട്. ഇതേപോലെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് ഈസ് -π/2 to π/2 ക്ലോസ്ഡ് ഇന്റർവൽ. ഓക്കെ, നമുക്കിനി സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഗ്രാഫും കൂടി ഒന്ന് നോക്കണം. സൈൻ എക്സിന്റെ ഗ്രാഫ് നമുക്ക് കിട്ടിയിട്ട് നമുക്കറിയാം. പിന്നെ നമ്മൾ റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട്. എങ്ങനെ? നമ്മളത് 1 1 ആവുമ്പോൾ 1 1 ഓൺ 2 ആവുമ്പോൾ ഇവിടെ സൈൻ -π/2 to π/2, π/2 to 3π/2, ഇവിടെ -π/2 to -3π/2 അങ്ങനെ റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട്. എന്നാലേ 1 1 ഓൺ 2 ആവുള്ളൂ കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സൈൻ ഇൻവേഴ്സ് എക്സ് ഒന്ന് നോക്കിയോക്കെ. സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഡൊമൈനും കോഡൊമൈനും ചേഞ്ച് ആവും നമ്മളുടെ ഇൻവേഴ്സില്. അപ്പോൾ ഡൊമൈൻ ഇവിടെ എന്താ? -1 to 1 ആണ്. കോഡൊമൈൻ ആണ് എന്ത്? -π/2 to π/2. നമ്മൾ റെസ്ട്രിക്ട് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ മൊത്തം നമ്മൾ റെസ്ട്രിക്ട് ചെയ്തിട്ടുള്ള -π/2, π/2 എന്നുള്ള ഏരിയ എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ വാല്യൂ എവിടെ നിന്ന് തൊട്ട് എവിടം വരെ ചേഞ്ച് ആവുള്ളൂ? -π/2 മുതൽ π/2 വരെ. അപ്പൊ ഇതൊന്ന് ഡാർക്കായിട്ട് വരയ്ക്കുക. ഇതാണ് നമ്മളുടെ എന്ത്? പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച്. സൈൻ ഇൻവേഴ്സ് എക്സിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ആണ് എന്ത്? -π/2 to +π/2. രണ്ടിന്റെയും ഗ്രാഫ് ഒന്ന് ശ്രദ്ധിക്കുക.
നമ്മളുടെ എക്സ് ആക്സിസിൽ ഇവിടെ റിയൽ ലൈൻ ആയിരുന്നു, വൈ ആക്സിസിൽ ഇവിടെ -1 to 1 ആയിരുന്നു, -1 to 1 ആയിരുന്നു. ഇവിടെ എക്സ് ആക്സിസിൽ -1 to 1ഉം വൈ ആക്സിസിലാണ് റിയൽ ലൈൻ വന്നിട്ടുള്ളത്. ആ റിയൽ ലൈനിൽ റെസ്ട്രിക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഓരോ റെസ്ട്രിക്ഷനിലും നമ്മുടെ വ്യത്യാസം വരും. അപ്പൊ നമ്മളുടെ സൈൻ ഇൻവേഴ്സിന്റെ ഗ്രാഫ് നമ്മുടെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് നമ്മൾ എടുത്തിട്ടുള്ളത് -π/2 π/2 ആണ്. അതിൽ വരുന്ന നമ്മളുടെ സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഗ്രാഫാണ് ഈ കടുപ്പിച്ചു വരച്ചിട്ടുള്ളത്. ഓക്കെ, ഇപ്പൊ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഓരോ ബ്രാഞ്ചിനും നമുക്ക് എന്ത് വരയ്ക്കാം? ഇതേപോലെ വാല്യൂസ് വരയ്ക്കാൻ പറ്റും. നിങ്ങൾ ഇത് മാത്രം മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഇനി കോസ് ഇൻവേഴ്സ് എക്സിന്റെ നമുക്ക് ഇനി ട്രിഗ്നോമെട്രി ഫംഗ്ഷൻ ഇൻവേഴ്സിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ ഇവിടെയും അതേപോലെ തന്നെ നമുക്ക് കോസ് എക്സിന്റെ ഗ്രാഫ് നമുക്കറിയാം. അതിന്റെ ഡൊമൈൻ എന്ന് പറഞ്ഞ റിയൽ നമ്പർ ലൈൻ തന്നെയാണ്. കോഡൊമൈൻ എന്ന് പറഞ്ഞാൽ -1 to 1, അതിന്റെ വാല്യൂ പീക്ക് മാക്സിമം പീക്ക് 1ഉം മിനിമം പീക്ക് -1 ആണ്. സോ -1നും 1നും ഇടയിലാണ് നമ്മളുടെ കോസിന്റെ വാല്യൂ ഉള്ളൂ. അപ്പൊ നമ്മളുടെ നമ്പർ റിയൽ ലൈൻ നമ്പർ ആണ് ഡൊമൈൻ എന്നുള്ള കാര്യം ഒന്നും കൂടി ഓർക്കുക. ആൻഡ് കോഡൊമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1 to 1. ഇനി ഇത് നമ്മളുടെ കോസ് എക്സ്, ഇത് കോസ് എക്സ് ഫംഗ്ഷൻ ആണ്. കൊസൈൻ ഫംഗ്ഷന് 1 ആണോ 2 ആണോ ചെക്ക് ചെയ്യണം അല്ലെ. അപ്പൊ നേരത്തെ ചെയ്ത പോലെ തന്നെ നോക്കിയേ, കോസ് -90 0 ആണ്, കോസ് 90 0 ആണ് അല്ലെ. ഈ പോയിന്റ് 0 ആണ് കാണിക്കണേ അല്ലെ. അതുപോലെ തന്നെ കോസ് 3π/2 0 ആണ്. ഇവിടെ കോസ് -3π/2 0 ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല? അത് 1 ആണെന്നോ 2 ആണെന്നോ പറയാൻ പറ്റില്ല. ഒന്നിൽ കൂടുതൽ ഇമേജ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ അത് 1 അല്ല 2 അല്ല. അപ്പൊ നമ്മൾ സൈൻ ഇൻവേഴ്സിൽ ചെയ്ത പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ റെസ്ട്രിക്ട് ചെയ്യണം. അപ്പൊ ഞാൻ റെസ്ട്രിക്ട് ചെയ്യുന്ന ഏരിയ എടുക്കുന്നത് നോക്കാം. 1 to -1 0 to π എന്നുള്ള വാല്യൂ നോക്കാം. ഞാൻ എന്റെ ഇന്റർവെല് ചേഞ്ച് ചെയ്യണത് ശ്രദ്ധിക്കണം. 0 to π, π to 2π. ഇവിടെ അതേപോലെ നെഗറ്റീവ് സൈഡ് നോക്കുകയാണെങ്കിൽ 0 to -π, -π to -2π. ഓക്കെ, അപ്പൊ അങ്ങനെ റെസ്ട്രിക്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇവിടെ 1ൽ നിന്ന് -1ലേക്കാണ് മാക്സിമം മിനിമം വാല്യൂ റെസ്ട്രിക്ട് ചെയ്യണത്. -1 to 1 തന്നെയാണ്. എല്ലാ പോയിന്റിലും ഡിഫറെന്റ് വാല്യൂസ് ആണ് നമുക്ക് എന്തിന് കിട്ടുള്ളൂ? കൊസൈൻ വാല്യൂസിന് കിട്ടുള്ളൂ അല്ലെ. അപ്പൊ ഇതെന്താ? 1 ആണ്. അതുപോലെ തന്നെ ഓരോ ഇന്റർവെല്ലും എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാവും? അത് തന്നെയാ -1 to 1, -1 to 1 എന്ന് പറഞ്ഞിട്ടാണ് എല്ലാതും ചേഞ്ച് ചെയ്യണത്. അപ്പോൾ ചേഞ്ച് ചെയ്യണതിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് മനസ്സിലാകും? ഓരോ ഡിസ്റ്റിങ്ക്റ്റ് എലമെന്റിന് ഡിസ്റ്റിങ്ക്റ്റ് ഇമേജ് ആണ് കിട്ടുന്നത്. അത് 1 ആയിരിക്കും, 2 ആയിരിക്കും. അപ്പോൾ ഓരോ റെസ്ട്രിക്റ്റഡ് ഇന്റർവെല്ലിന് അത് നമ്മളുടെ കൊസൈൻ ഫംഗ്ഷൻ ഇൻവേർട്ടിബിൾ ആണെന്ന് മനസ്സിലാവും. അപ്പോൾ നമ്മൾ റെസ്ട്രിക്റ്റഡ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഇപ്പൊ ഇവിടെ എടുക്കുന്ന റേഞ്ച് നമ്മൾ എടുക്കുന്ന ഡൊമൈൻ വാല്യൂ അല്ലെങ്കിൽ ആ ഇന്റർവെല് ശ്രദ്ധിക്കണം. 0 to π എന്നാണ് കേട്ടോ. അപ്പോൾ കോസ് എക്സിന്റെ ഡൊമൈൻ അപ്പൊ എന്ത് ചേഞ്ച് ആവും? നമ്മൾ എടുത്ത ഇന്റർവെല്ലായി മാറും. 0 to π to നമ്മളുടെ റേഞ്ച് -1 to 1, അത് ചേഞ്ച് ആവില്ല. അപ്പൊ നമ്മൾ എടുത്ത 0 to πയിൽ നമ്മൾ എന്താന്ന് മനസ്സിലായി? നമ്മളുടെ കോസ് എക്സ് 1 ആണ്, അതുപോലെ തന്നെ 2 ആണ്, 2 ആണ്. അപ്പോൾ therefore കോസ് എക്സ് ഈസ് ഇൻവേർട്ടിബിൾ. കോസ് ഇൻവേഴ്സ് എക്സ് എക്സിസ്റ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി എന്ത് എഴുതാം? കോസ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് സ്വിച്ച് ചെയ്യണം അല്ലെ. ഡൊമൈനും കോ ഡൊമൈനും സ്വിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ക്ലോസ്ഡ് ഇന്റർവൽ -1 to 1 ഡൊമൈൻ ആവും. നമ്മളുടെ റേഞ്ച് 0 to π ആവും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിനി എന്ത് എഴുതാം? f of x കോസ് ഇൻവേഴ്സ് എക്സ്, കോസ് ഇൻവേഴ്സ് y ഈക്വൽ ടു എക്സിന് ഈക്വൽ ആണെന്ന് പറയാം. കാരണം ഇവിടെ സ്റ്റാർട്ട് ചെയ്യണത് കോസ് എക്സ്
എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കോസ് എക്സ് എന്നാണ്. ഈ എഫ് ഓഫ് എക്സിനെ നമുക്ക് വൈ എന്ന് പറഞ്ഞിട്ട് ചേഞ്ച് ചെയ്യാം. ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോസിനെ ഇപ്പുറത്തേക്ക് എടുക്കുക. അതായത് കോസ് ഇൻവേഴ്സ് വൈ ഈക്വൽ ടു എക്സ്. അതിനെ എഴുതിയിട്ടുള്ളൂ. കോസ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ കോസ് ഇൻവേഴ്സ് വൈ എന്തിന് ഈക്വൽ ആവും? നമ്മൾ എക്സിന് ഈക്വൽ ആവും. അപ്പൊ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യേണ്ടത്. ഇതാണ് നമ്മളെ കോസ് ഇൻവേഴ്സ് കൊസൈൻ്റെ ഇൻവേഴ്സ് ഫംഗ്ഷൻ. ഓക്കെ. ഇനി അതിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് കാണണല്ലോ. അപ്പൊ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് നമ്മൾ എടുക്കുന്നത് 0 to π ആണ്. ബാക്കിയെല്ലാം ഡിഫറെന്റ് ബ്രാഞ്ചസ് ആണെന്നേ പറയുള്ളൂ. പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഓഫ് കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാൽ 0 to π ആണ്. 0 to π. അപ്പൊ ഞാൻ എഴുതാം പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് of cos inverse x is closed interval 0 to π. അപ്പൊ നമുക്ക് പഠിക്കാനുള്ളത് ഇത് മാത്രമാണ്. കോസ് ഇൻവേഴ്സ് എക്സിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ 0 to π ആണ്. ഈ ക്ലോസ്ഡ് ഇന്റർവൽ 0 to π ആണ്. ഇനി നമ്മളുടെ ഗ്രാഫ് നോക്കാം. കോസ് ഇൻവേഴ്സ് എക്സിന്റെ ഗ്രാഫ് ഞാൻ പറഞ്ഞു നമ്മളുടെ പ്രിൻസിപ്പൽ ബ്രാഞ്ച് 0 to π വരെയാണ്. അപ്പോൾ അത് ചേഞ്ച് ചെയ്യുന്നത് 1 to -1ലേക്കാണ് ചേഞ്ച് ചെയ്യണത്. അതാണ് ഒന്ന് കറുപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഓഫ് കോസ് ഇൻവേഴ്സ് എക്സ് ഈസ് 0 to ഇന്റർവൽ 0 to π. ക്ലോസ്ഡ് ഇന്റർവൽ 0 to π. ഗ്രാഫും ഒന്ന് ഓർത്ത് വെക്കാം. നമുക്ക് പഠിക്കേണ്ടത് ഇത് മാത്രമാണ്. ഇനി ഞാൻ ബാക്കിയുള്ളതിൻ്റെ ഒന്നും ഇതേപോലെ ബാക്കിയൊക്കെ ടാനിന്റെ ആയാലും കൊസീക്കിന്റെയും സീക്കിന്റെയും കോട്ട് ഇൻവേഴ്സിന്റെ ഒക്കെ ആയാലും ഇതേപോലെയാണ് അവരത് കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് സൈനിൽ നിന്നും കോസ് ഇൻവേഴ്സും സൈൻ ഇൻവേഴ്സും ഒക്കെ കണ്ടുപിടിച്ചത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇനി ബാക്കിയൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരില്ല. ഇനി നമ്മളൊരു ടേബിൾ ആണ് പഠിക്കാൻ പോണത്. ഓരോന്നിന്റെയും പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളൊരു ടേബിൾ ആണ് നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പോണത്. അത് മാത്രമേ നമുക്ക് പഠിക്കേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ. നമ്മളപ്പോ സൈൻ ഇൻവേഴ്സിന്റെയും കോസ് ഇൻവേഴ്സിന്റെയും ഡൊമൈനും റേഞ്ചും എങ്ങനെ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞു തന്നു അല്ലെ. അപ്പൊ അതുപോലെ തന്നെയാണ് ഇനി ഈ കൊസീക്ക് ഇൻവേഴ്സും സീക്ക് ഇൻവേഴ്സും ടാൻ ഇൻവേഴ്സും കോട്ട് ഇൻവേഴ്സിന്റെ ഒക്കെ നമ്മൾ ഡൊമൈനും റേഞ്ചും ഒക്കെ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? ആദ്യം നമ്മൾ അതിന്റെ സാധാരണ ഫംഗ്ഷന്റെ ഇപ്പൊ നമ്മൾ എന്താ ചെയ്തത്? സൈൻ ഇൻവേഴ്സിന് മുന്നേ നമ്മൾ സൈൻ ഫംഗ്ഷന്റെ ഗ്രാഫ് വരച്ചു. അതിൽ നിന്ന് നമ്മൾ റെസ്ട്രിക്ട് ചെയ്തിട്ട് 1 1 on to സാറ്റിസ്ഫൈ ചെയ്യുന്ന റേഞ്ച് ഇന്റർവെല് കണ്ടുപിടിച്ചു. അതിനെയാണ് നമ്മൾ ഇൻവേഴ്സ് കണ്ടുപിടിച്ചത്. അതിന്റെ ഉള്ളിൽ നിന്നാണ് നമ്മൾ അതിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിച്ചത്. എന്നിട്ട് അതിനെ സ്വിച്ച് ചെയ്തു. അതിന്റെ ഡൊമൈനും കോഡൊമൈനും സ്വിച്ച് ചെയ്തിട്ട് കിട്ടുന്ന ഇൻവേഴ്സിന്റെ ഫംഗ്ഷൻ ആണ് ഇത് എഴുതി വെച്ചിട്ടുള്ളത്, സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അപ്പൊ ഇതെല്ലാം എന്താ? ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷന്റെ ഡൊമൈനും റേഞ്ചും ആണ്. നമ്മൾ പറഞ്ഞു ഈ റേഞ്ചിനെ തന്നെയാണ് നമ്മൾ എന്ത് പറയാ? പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് പറയാന്നു. ഓക്കെ. അപ്പൊ സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഡൊമൈൻ -1 to 1 ആണ്. പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് അല്ലെങ്കിൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ -π/2 to π/2 എന്ന് നമ്മള് ഗ്രാഫിൽ കൂടെ മനസ്സിലാക്കി. അതുപോലെ തന്നെ കോസ് ഇൻവേഴ്സ് എക്സിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് 0 to π ആണ്. നമ്മൾ ഗ്രാഫ് വരച്ച് അതൊന്ന് കുറച്ച് ഡാർക്ക് ചെയ്തു അല്ലെ, ഡാർക്കൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ഗ്രാഫിൽ. അപ്പൊ അതുപോലെ തന്നെയാണ് ബാക്കിയുള്ള ഗ്രാഫുകൾ നമ്മുടെ ടെസ്റ്റിലുണ്ട്. നിങ്ങൾ ജസ്റ്റ് ആ ഫിഗർ മാത്രം നോക്കി വെക്കുക. നമുക്ക് ആവശ്യമുള്ളത് ഈ ഒരു പാർട്ട് മാത്രമാണ്. ജസ്റ്റ് അത് എങ്ങനെ വന്നു എന്ന് മാത്രമേ ഞാനത് 2 എക്സാമ്പിൾ വെച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ. നമുക്ക് ആവശ്യമുള്ളത് ഈ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ആണ്. ഓരോ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷന്റെയും പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് നമ്മൾ പഠിച്ചു വെക്കണം, ബൈ ഹാർട്ട് ചെയ്യണം. ഓക്കെ. അപ്പൊ സൈൻ ഇൻവേഴ്സ് എക്സിന്റെ -π/2, π/2, കോസ് ഇൻവേഴ്സിന്റെ 0 to π. ഈ ക്ലോസ്ഡ് ഇന്റർവലും ഓപ്പൺ ഇന്റർവലും ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ക്ലോസ്ഡ് ഇന്റർവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 വാല്യൂസ് ഇൻക്ലൂഡഡ് ആണ്. ഓപ്പൺ ഇന്റർവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇൻക്ലൂഡഡ് അല്ല. അത്രേ ഉള്ളൂ ഈ ഓപ്പണും ക്ലോസ്ഡും തമ്മിലുള്ള ഡിഫറൻസ്. ഇനി ഇത് പഠിക്കാനുള്ള ഒരു എളുപ്പത്തിന് ഞാൻ പറഞ്ഞുതരാം. സൈൻ ഇൻവേഴ്സിന്റെ നമുക്ക് മനസ്സിലായി -π/2, π/2 അല്ലേ ആണല്ലോ. ഈ സൈൻ ഇൻവേഴ്സ് ഓക്കെ, ഈ സൈനിന്റെ റെസിപ്രോക്കൽ ആണ് എന്ത്?
കൊസീക്ക് ഇൻവേഴ്സ് അല്ലെ, അല്ല കൊസീക്ക്. അപ്പൊ സൈൻ ഇൻവേഴ്സിന്റെയും റെസിപ്രോക്കൽ ആയിരിക്കും എന്ത്, കൊസീക്ക് ഇൻവേഴ്സ് ആണല്ലോ. അപ്പോ നോക്കാം, സൈനിന്റെ റെസിപ്രോക്കൽ ആണ് 1/sin ആണ് കൊസീക്ക്. അപ്പൊ അതിന്റെ മീനിങ് എന്താ, ഈ താഴത്തെ ഈ സൈൻ ഒരിക്കലും എന്താവാൻ പാടില്ല, 0 ആവാൻ പാടില്ല. 0 ആയി കഴിഞ്ഞാൽ എന്താ, ഇത് അൺഡിഫൈൻഡ് ആയിട്ട് മാറും അല്ലെ. 1/0 നമ്മൾ ഡിഫൈൻഡ് അല്ല. അപ്പോ നമുക്ക് എന്ത് പറയാം, ഈ സൈൻ ഒരിക്കലും 0 ആവാൻ പാടില്ല. അതുപോലെ തന്നെയല്ലേ ഈ സൈൻ ഇൻവേഴ്സും കൊസീക്ക് ഇൻവേഴ്സിന്റെ കേസും വന്നു കഴിഞ്ഞാൽ, കൊസീക്ക് ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 1/sin ഇൻവേഴ്സ് ആണ്. ഈ സൈൻ ഇൻവേഴ്സ് എന്താവാൻ പാടില്ല, 0 ആവാൻ പാടില്ല. അപ്പൊ സൈൻ ഇൻവേഴ്സ് 0 ആവാൻ പാടില്ല എന്നതിന്റെ മീനിങ് എന്താ, അവിടെ 0 വാല്യൂ വരാൻ പാടില്ല എന്നല്ലേ. അപ്പോ നമ്മളുടെ കൊസീക്ക് ഇൻവേഴ്സിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് നോക്കാം, ഇത് രണ്ടും സെയിം ആണ്. പക്ഷെ അതിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യണം, 0 മൈനസ് ചെയ്യണം. 0 അവിടെ ഉണ്ടാവാൻ പാടില്ല. സൈൻ ഇൻവേഴ്സ് എക്സ് ഡിനോമിനേറ്റർ 0 ആവാൻ പാടില്ല. അപ്പൊ അതിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് എന്ത് മൈനസ് ചെയ്യണം, 0 മൈനസ് ചെയ്യണം അല്ലെ. അപ്പൊ ഇത് പഠിച്ചു വെക്കുക, അതിന്റെ ഉള്ളിൽ നിന്നൊരു 0 മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, കൊസീക്ക് ഇൻവേഴ്സിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് കിട്ടും. നമ്മുടെ കോസ് ഇൻവേഴ്സിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ക്ലോസ്ഡ് ഇന്റർവൽ 0 to π ആണ് അല്ലെ. ഈ കോസിന്റെ റെസിപ്രോക്കൽ ആണ് എന്ത്, സീക്ക്. അപ്പൊ അതിലും എന്ത് തന്നെയാണ്, ഈ കോസ് 0 ആവാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ കോസ് ഇൻവേഴ്സിന്റെ റെസിപ്രോക്കൽ തന്നെ ആയിരിക്കും എന്ത്, സീക്ക് ഇൻവേഴ്സും അല്ലെ. അപ്പൊ കോസ് ഇൻവേഴ്സ് എന്താവാൻ പാടില്ല, 0 ആവാൻ പാടില്ല. ഈ കോസ് 0 ആവണത് ഏതില, കോസ് 90ലാണ് 0 ആവുന്നത്. കോസ് 90 0 ആണ്. അപ്പോൾ ഡിനോമിനേറ്റർ എന്താവാൻ പാടില്ല, 0 ആവണില്ല. അതിന്റെ മീനിങ് എന്താ, അതൊരിക്കലും ഈ കോസിന്റെ വാല്യൂ π/2 90 ആവാൻ പാടില്ല. അപ്പൊ നോക്കാം, കോസ് ഇൻവേഴ്സിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ക്ലോസ്ഡ് ഇന്റർവൽ 0 to π ആണ്. അപ്പൊ സീക്ക് ഇൻവേഴ്സ് അതിന്റെ റെസിപ്രോക്കൽ ആണ്. അതിന്റെ ഉള്ളിൽ എന്ത് മൈനസ് ചെയ്യണം, നമ്മൾ 90 ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞു. കോസ് 90 ആണ് 0 അല്ലെ. അപ്പോൾ ആ 90 അവിടെ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഈ ഒരു ഇന്റർവെല്ലിന്റെ ഉള്ളിൽ നിന്ന് നമ്മൾ എന്ത് മൈനസ് ചെയ്യാം, -π/2 മൈനസ് ചെയ്യാം. അപ്പോൾ സൈൻ ഇൻവേഴ്സിൽ നിന്ന് നമ്മൾ മൈനസ് ചെയ്ത് കൊസീക്ക് ഇൻവേഴ്സിലേക്ക് എത്തുമ്പോൾ നമ്മൾ 0 ആണ് മൈനസ് ചെയ്തത്. കോസ് ഇൻവേഴ്സില് നമ്മൾ എന്താ ചെയ്യുന്നേ, സീക്ക് ഇൻവേഴ്സ് ആവുമ്പോൾ π/2 ആണ് മൈനസ് ചെയ്യുന്നത്. അത് കാരണം ഇതാണ്, ഈ കോസ് 0 ആവണമെങ്കിൽ 90ൽ കോസ് 90ൽ മാത്രമേ 0 ആവുള്ളൂ. ഇവിടെ സൈൻ 0 ആവണത് 0 തന്നെയാ. അപ്പോൾ ആ വാല്യൂസ് അതിന്റെ ഉള്ളിൽ നിന്ന് മൈനസ് ചെയ്യാം. ഓക്കെ, പഠിക്കാനുള്ള എളുപ്പമാണ്, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് ടാനിന്റെയും കോട്ടിന്റെയും ആണ്. അപ്പോ ടാനിന്റെയും കോട്ടിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാൻ, സൈൻ അല്ലെ. അപ്പോ ഈ സൈനിന്റെ ഇന്റർവെല്ല് ഓപ്പൺ ആക്കാം. അതായത് ഓപ്പൺ ഇന്റർവെൽ -π/2 to π/2 ആണ് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഓഫ് ടാൻ ഇൻവേഴ്സ്. ഇനി കോസിന്റെ ഈസിയും അല്ലെ, കോസ് ഇൻവേഴ്സും കോട്ട് ഇൻവേഴ്സും നമ്മുടെ റിലേഷനില് നമ്മളെ കോസ് ഇൻവേഴ്സിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിന്റെ ക്ലോസ്ഡ് ഉള്ളത് ഓപ്പൺ ആക്കാം. അപ്പോ ടാനിന്റെ സൈനിന്റെ ഈ എന്നും നോക്കാം, കോസിന്റെയും കോട്ടിന്റെയും സി നോക്കാം. അപ്പോൾ ഈ ടാൻ ഇൻവേഴ്സ് എന്നുള്ള കേസ് വരുമ്പോൾ സൈൻ ഇൻവേഴ്സിന്റെ ഇത് ക്ലോസ്ഡ് ബ്രാക്കറ്റ് ഓപ്പൺ ആക്കിയാൽ കിട്ടും. കോട്ട് ഇൻവേഴ്സിന്റെ സി നോക്കി കഴിഞ്ഞാൽ കോസ് ഇൻവേഴ്സിന്റെ എന്താണോ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് അതിന്റെ ക്ലോസ്ഡ് ഇന്റർവെൽ ഓപ്പൺ ഇന്റർവെൽ ആക്കിയാൽ അത് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് മാത്രമാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിലേക്ക് ഇത് മുഴുവൻ പഠിച്ചിട്ട് വരാം. ഇനി അടുത്ത ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ വാല്യൂ കണ്ടുപിടിക്കാന പ്രോബ്ലംസ് ആണ്. അപ്പൊ എന്താണ് ഈ പ്രിൻസിപ്പൽ വാല്യൂ? അപ്പൊ പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈൻ ഇൻവേഴ്സും കോസ് ഇൻവേഴ്സും കോസീക്ക് ഇൻവേഴ്സും സീക്ക് ഇൻവേഴ്സും ടാൻ ഇൻവേഴ്സും കോട്ട് ഇൻവേഴ്സും, അതായത് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിന്റെ ഉള്ളിൽ കേട്ടാ, പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിന്റെ ഉള്ളിൽ സാറ്റിസ്ഫൈ ചെയ്യുന്ന വാല്യൂസിനെയാണ് നമ്മൾ എന്ത് പറയാ, പ്രിൻസിപ്പൽ വാല്യൂ.
പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ദ വാല്യൂ ഓഫ് എൻ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി ഫംഗ്ഷൻ വിച്ച് ലൈസ് ഇൻ ദ റേഞ്ച് ഓഫ് പ്രിൻസിപ്പൽ ബ്രാഞ്ച്. പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച്, ഇവിടെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്നുണ്ട്. പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഈസ് കോൾഡ് ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് ദാറ്റ് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ. അപ്പോൾ നമുക്ക് അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലം ചെയ്യണം. അടുത്ത സെക്ഷൻ അതിന്റെ ബേസ് ചെയ്തിട്ടുള്ള ഈ പ്രിൻസിപ്പൽ വാല്യൂവിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ്. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ആവശ്യമാണ്. ഓരോന്നിന്റെയും പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് പഠിച്ചാലാണ് നമുക്ക് കിട്ടുന്ന വാല്യൂ ഇതിന്റെ ഉള്ളിലാണോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടുന്ന വാല്യൂനെയാണ് നമ്മൾ എന്ത് പറയാ, പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പറയാം. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഈ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി ഫംഗ്ഷൻസിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചസ് എല്ലാം പഠിച്ചിട്ട് വരാം. അതായത് ഈ ഒരു ഭാഗം മാത്രം പഠിച്ചാൽ മതി, നമുക്കത് മാത്രമേ ആവശ്യമുള്ളൂ പ്രോബ്ലംസിന്. അപ്പോൾ ഈ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി ഫംഗ്ഷൻ ഇതെല്ലാത്തിൻ്റെയും പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിച്ചിട്ട് വരാം. നമുക്ക് പ്രോബ്ലംസ് എല്ലാം ചെയ്യാം.